ഹായ്, എല്ലാവരും ചോദിക്കുന്നത് ഞാൻ ഏത് ഷാമ്പു ഉപയോഗിക്കുന്നത്. ഡോവിൻ്റെ കളർ പ്രൊട്ടക്റ്റിൻ്റെ ഷാമ്പുവാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് എങ്ങനെ വേണം ഷാമ്പു ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ടതെന്ന്. ഒരു കപ്പിലേക്ക് കുറച്ച് ഷാമ്പു ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി പതപ്പിച്ചെടുക്കുക. അതിനുശേഷം മാത്രമാണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യേണ്ടത്. തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കയ്യിലെ നഖമൊക്കെ വെട്ടി കളഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ നഖത്തിൻ്റെ ഇടയിൽ പെട്ടിട്ട് ചിലപ്പോൾ മുടി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു മുടി പോലും നമ്മൾ പൊട്ടാതെ വേണം നമ്മൾ എല്ലാ ദിവസവും ഹെയർ കെയർ ചെയ്യേണ്ടതും ഹെയർ വാഷ് ചെയ്യേണ്ടതും. അങ്ങനെ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം തലയോട് മുതൽ താഴെ വരെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ അഴുക്ക് കളയുന്ന രീതിയിൽ നമ്മൾ പതുക്കെ മസാജ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ഷാമ്പു ഇടേണ്ടി വരും. അതുകൊണ്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം ഷാമ്പു ഇട്ടാൽ മതി. അങ്ങനെ ഞാൻ ഷാമ്പു നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തല കഴുകുമ്പോൾ ഒരിക്കൽ പോലും ഷവർ ഉപയോഗിക്കാൻ പാടില്ല. ഷവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തലമുടി നന്നായിട്ട് കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫോഴ്സ് കാരണം അവിടെ മുടി പിന്നെ മുളയ്ക്കാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ പണ്ട് പുല്ലിലൊക്കെ നടക്കുമ്പോൾ ആ നടപ്പാതെ മാത്രം അവിടെ മാത്രം പുല്ല് വളരാണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ടാവില്ലേ? അതുപോലെയാവും. അതുകൊണ്ട് ഒരിക്കൽ പോലും നിങ്ങൾ ഷവർ ഉപയോഗിക്കാൻ പാടില്ല. കപ്പിലോ അല്ലെങ്കിൽ ബക്കറ്റിൽ വെള്ളം നിറച്ചിട്ടോ പതുക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ മുടി വാഷ് ചെയ്യേണ്ടത്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ചെവി തുടങ്ങി നമ്മുടെ കഴുത്ത് തുടങ്ങി നന്നായിട്ട് ആ കെമിക്കൽ കളഞ്ഞിരിക്കണം ഷാമ്പൂവിൻ്റെ. അല്ലെങ്കിൽ അത് അവിടെയും കൂടി നമ്മൾ നന്നായിട്ട് കഴുകിക്കഴിഞ്ഞാൽ മാത്രമാണ് അവിടെ മുളയ്ക്കുന്ന നമ്മുടെ മുടികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ഡാമേജ് ഇല്ലാതെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഏത് ഷാമ്പൂ ഉപയോഗിച്ചാലും നമ്മൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഹെയർ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞു എന്നാണ്. നന്നായി വാഷ് ചെയ്തിരിക്കണം. അങ്ങനെ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ റൂമിലെത്തി. ഇത് ഞാൻ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ. ഇനി ഞാൻ ഡ്രൈ ചെയ്തതിന് ശേഷം ഹെയർ എങ്ങനെയുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ.